ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇപ്പം മോള് സ്റ്റേജിൽ കയറിയില്ലെങ്കിൽ പിന്നീട് ഒരിക്കലും മോൾക്ക് ഈ സ്കൂളിൽ തലയുയർത്തി നിൽക്കാൻ പറ്റില്ല. ആരോടും ധൈര്യത്തോടെ സംസാരിക്കാനും പറ്റില്ല. അത് മോളുടെ ജീവിതത്തിലെ വലിയ തോൽവിയാവും. അങ്കിളിന്റെ മോള് തോറ്റുപോകരുത്. ആരെയും പേടിക്കരുത്. മോളെന്തിനാ കരയുന്നേ? ഇത് മോളുടെ അമ്മയല്ലേ, പിന്നെന്താ? മാഡം, ഒരു കുഞ്ഞിന്റെ അമ്മയായിട്ട് ജീവിക്കാൻ തന്നെ പ്രയാസമാണ്. അതിനേക്കാൾ പ്രയാസമാണ് ഒരു കുഞ്ഞിന്റെ അച്ഛനും അമ്മയായിട്ട് ജീവിക്കാൻ. മാഡത്തിനെ പോലെ വലിയ മനസ്സുള്ളവർക്ക് മാത്രമേ അതിന് സാധിക്കൂ. പിന്നെ ഈ കൂക്കിവിളിയും ബഹളവും ഒന്നും കാര്യാക്കണ്ട. യു ആർ ഗ്രേറ്റ്. മാഡം, ഈ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വരൂ. നമുക്ക് മീറ്റിംഗ് ഹാളിലേക്ക് പോവാം. ഓക്കെ? അമ്മ എന്നെ ചീറ്റ് ചെയ്തു. സോറി മോളെ. മോളുടെ അച്ഛന് വരാൻ പറ്റാത്തോണ്ടാ ഞാൻ ഈ വേഷം കെട്ടിയത്. ദത്തെടുത്താണെങ്കിലും അവന്തിക മാഡം ആ കുട്ടിയെ സ്വന്തം മോളെ പോലെ തന്നെയാ വളർത്തുന്നു. മോളോട് അത്രയ്ക്ക് ഇഷ്ടമുള്ളോണ്ടല്ലേ? അമ്മ എന്നെ ചീറ്റ് ചെയ്തു. കുട്ടികളെല്ലാം എന്നെ കൂക്കി വിളിച്ചത് കണ്ടില്ലേ? എനിക്ക് അമ്മ കാണണ്ട, പോയിക്കോ. മോളെ, അമ്മയോട് അങ്ങനൊന്നും പറയല്ലേ. വേണ്ട, എനിക്ക് കാണണ്ട. എനിക്ക് ആരുമില്ല, ആരുമില്ല. മോളെ, ചിപ്പി മോളെ, എന്റെ അച്ഛൻ വന്നില്ല. എനിക്ക് അച്ഛനില്ല. നീ ഇങ്ങനെ കരയാതെ. അച്ഛനില്ലെങ്കിൽ എന്താ, നിനക്ക് അമ്മയുണ്ടല്ലോ. ഇത്രയ്ക്ക് കരയാൻ മാത്രം ഒന്നും ഉണ്ടായില്ലല്ലോ. നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. കുട്ടികളെല്ലാം കൂവി വിളിച്ചില്ലേ? ഞാൻ ഇനി എങ്ങനെ ഈ സ്കൂളിൽ വരും? അതൊന്നും സാരമില്ല. നീ ധൈര്യമായിട്ടിരിക്കേ. ഞങ്ങളെല്ലാം നിന്റെ കൂടെ ഇല്ലേ? നിന്റെ അമ്മ അച്ഛന്റെ വേഷം കെട്ടി വന്നത് നിന്നെ സന്തോഷിപ്പിക്കാനല്ലേ? നിന്റെ അമ്മയുടെ ധൈര്യം സമ്മതിക്കണം. നീ നിന്റെ അമ്മയോർത്ത് അഭിമാനിക്കാ വേണ്ടത്. ഇല്ല, എന്റെ അമ്മ എന്നെ ചീറ്റ് ചെയ്തു. അച്ഛനെ ഇന്ന് കൊണ്ടുവരാന്ന് എനിക്ക് വാക്ക് തന്നതാ. എന്നിട്ട് എല്ലാവരുടെയും മുന്നിൽ ഇപ്പൊ ഞാൻ നാണം കെട്ടു. ഞാൻ ഇനി ഒരു മത്സരത്തിനുമില്ല.
അച്ഛനെ കുറിച്ചുള്ള സ്പീച്ചിനെ ഉണ്ടല്ലോ. നിനക്ക് പറയാനുള്ളതെല്ലാം ആ സ്പീച്ച് പറയാം. ആ മോളെ, സച്ചിയങ്കള്, സച്ചിയച്ച, ഇവളിനി ഒരു മത്സരത്തിനും ഇല്ലെന്നാ പറയുന്നേ. അങ്ങനെ പറയല്ലേ മോളെ, കരയാതെ. എല്ലാവരും എന്നെ കളിയാക്കി. എന്റെ അമ്മ ഒരു ജോക്കർ ആണെന്ന് വരെ അദീന പറഞ്ഞു. എനിക്കിനി ആരെയും ഫേസ് ചെയ്യാൻ വയ്യ. അവക്കുള്ള മറുപടി നമുക്ക് പിന്നെ കൊടുക്കാം. മോളെ, ഇതുകൊണ്ടൊന്നും മോള് വിഷമിക്കരുത്. മോളുടേതല്ലാത്ത തെറ്റിന് ആര് കളിയാക്കിയാലും ഒരു നാണക്കേടും വിചാരിക്കേണ്ട കാര്യമില്ല. ധൈര്യപൂർവം എല്ലാത്തിനെയും നേരിടണം. ഞങ്ങൾ എല്ലാവരും മോളുടെ കൂടെയുണ്ട് കേട്ടോ. എന്റെ അച്ഛൻ എന്താ അങ്കിളെ വരാത്തത്? എനിക്ക് അച്ഛനെ വല്ലാതെ മിസ് ചെയ്യുന്നു. കരയാതെ മോളെ. മോള് കരയുന്നത് അങ്കിളിന് സഹിക്കാൻ പറ്റില്ല. അച്ഛനെ മിസ് ചെയ്യാതിരിക്കാൻ അങ്കിൾ ഒരു വഴി പറയട്ടെ. മോള് സ്റ്റേജിൽ കയറുമ്പോ ഒരു ധൈര്യത്തിന് അച്ഛനെ മിസ് ചെയ്യാതിരിക്കാൻ മോള് അങ്കിളിന്റെ മുഖം മനസ്സിൽ ഓർത്താ മതി. അങ്കിള് മോക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളാം. കണ്ണുടയ്ക്ക്. മോളെ, ചിപ്പി മോളെ, അടുത്ത മത്സരം തുടങ്ങുന്ന സമയമായി. ആദ്യം തന്നെ മോളുടെ പേരാ. എനിക്ക് വയ്യ ടീച്ചറെ. സ്റ്റേജിൽ കയറുമ്പോ എന്നെ എല്ലാവരും കളിയാക്കും, കൂക്കി വിളിക്കും. ഞാൻ ഇനി ഒന്നിനുമില്ല. ആരും മോളെ കളിയാക്കില്ല. ആരെങ്കിലും ബഹളം വെച്ചാ അത് ഞങ്ങള് ടീച്ചർമാര് നോക്കിക്കോളാം. ദേ, ഇപ്പൊ മോള് സ്റ്റേജിൽ കയറിയില്ലെങ്കിൽ പിന്നീട് ഒരിക്കലും മോൾക്ക് ഈ സ്കൂളിൽ തലയുയർത്തി നിൽക്കാൻ പറ്റില്ല. ആരോടും ധൈര്യത്തോടെ സംസാരിക്കാനും പറ്റില്ല. അത് മോളുടെ ജീവിതത്തിലെ വലിയ തോൽവിയാവും. അങ്കിളിന്റെ മോള് തോറ്റുപോകരുത്. ആരെയും പേടിക്കരുത്. ധൈര്യമായിട്ട് സ്റ്റേജിൽ കയറണം. ദേ, ഞങ്ങൾ എല്ലാവരും മോളുടെ കൂടെ ഉണ്ട്. മോളെല്ലാം പ്രിപ്പയർ ചെയ്തിട്ടില്ലേ? പഠിച്ചത് മറന്നുപോയെങ്കിൽ എഴുതിയ പ്രസംഗം എന്റെ കയ്യിലുണ്ട്. മോൾ അതങ്ങ് നോക്കി വായിച്ചാ മതി. മോളുടെ പ്രസംഗം കേൾക്കാൻ ഞങ്ങൾ എല്ലാവരും മുന്നിൽ തന്നെ ഉണ്ടാവും. ഞങ്ങൾ ആദ്യം കൈയടിക്കും. പ്രസംഗിക്കാൻ നിൽക്കുമ്പോ പേടിയുണ്ടെങ്കില് മോള് മറ്റാരെയും നോക്കരുത്. അങ്കിളിനെ മാത്രം നോക്കിയാൽ മതി.